5 പേർക്ക് പുതുജീവനേകി കിളിമാനൂർ സ്വദേശി ജിജിൻ. സംസ്ഥാനത്ത് വീണ്ടും മരണാനന്തര അവയവദാനം. വാഹനാപകടത്തിൽ മരിച്ച കിളിമാനൂർ സ്വദേശിയും ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെ ക്ലർക്കുമായ ജിജിനാണ് 5 പേർക്ക് പുതുജീവനേകിയത്. ജിജിന്റെ 5 അവയവങ്ങളാണ് ദാനം ചെയ്തത്. ഹൃദയം, കരൾ, വൃക്കകൾ, കോർണിയ എന്നിവയാണ് ദാനം ചെയ്തത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ജിജിൻ. ഇന്നലെയാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത്. ആലപ്പുഴയിൽ അമ്മയുടെ മൃതദേഹം രഹസ്യമായി കുഴിച്ചുമൂടി. മകൻ കസ്റ്റഡിയിൽ. തുറവൂരിൽ അമ്മയെ മകൻ കൊലപ്പെടുത്തിയെന്ന് സംശയം. അമ്മയുടെ മൃതദേഹം താൻ കുഴിച്ചുമൂടിയെന്ന മകന്റെ വെളിപ്പെടുത്തലാണ് സംശയത്തിന് ഇടയാക്കിയിരിക്കുന്നത്. പള്ളിത്തോടുകാട് നികർത്ത രാധയുടെ മൃതദേഹമാണ് രഹസ്യമായി മറവു ചെയ്തത്. സംഭവത്തിൽ മകൻ ഗിരീഷ് പോലീസ് കസ്റ്റഡിയിലാണ്. കഴിഞ്ഞ ദിവസം താൻ വീട്ടിലെത്തിയപ്പോൾ അമ്മയെ മരിച്ചു കിടക്കുന്നത് കണ്ടുവെന്നും കുഴിയെടുത്ത് താൻ തന്നെ കുഴിച്ചുമൂടുകയായിരുന്നുവെന്നാണ് ഗിരീഷ് പറഞ്ഞത്. ശേഷം 3 കല്ലുകൾ ആ ഭാഗത്ത് വെച്ചു. സ്ഥിരം മദ്യപാനിയാണ് ഗിരീഷ്. അമിതമായി മദ്യപിച്ച ശേഷം ഇയാൾ അമ്മയെ സ്ഥിരമായി മർദ്ദിക്കാറുണ്ടായിരുന്നു. ഈ പശ്ചാത്തലമുള്ളതുകൊണ്ട് നാട്ടുകാർക്ക് ഇതൊരു കൊലപാതകമാണെന്ന് സംശയം തോന്നുന്നു. രാധയുടെ മൃതദേഹം പോലീസ് ഇന്ന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യും. പാതി വഴിയിൽ പണിമുടക്കി ട്രെയിൻ. കൊച്ചി മെട്രോ സർവീസ് തടസ്സപ്പെട്ടു. കൊച്ചി മെട്രോയിൽ പ്രതിസന്ധി. രാവിലെ കലൂരിൽ വെച്ച് ട്രെയിൻ സാങ്കേതിക തടസ്സം മൂലം പണിമുടക്കിയതോടെയാണ് സംഭവം. ഇതുമൂലം സർവീസുകൾ തടസ്സപ്പെട്ടു. സാങ്കേതിക പ്രതിസന്ധി നേരിട്ട ട്രെയിൻ മുട്ടം യാർഡിലേക്ക് മാറ്റി. പ്രശ്നം പരിഹരിക്കാനാണ് ഇപ്പോൾ കൊച്ചി മെട്രോ അധികൃതരുടെ ശ്രമം. ഇപ്പോൾ നേരിടുന്ന പ്രശ്നം പരിഹരിക്കുമെന്നാണ് KMRL അറിയിക്കുന്നത്. ഇന്ന് രാവിലെ 8 മണി മുതലാണ് സർവീസ് നിർത്തിവെച്ചത്. മണിക്കൂറിൽ 10 കിലോമീറ്റർ വേഗതയിൽ ട്രെയിൻ നീങ്ങി തുടങ്ങിയതായാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. കൊയിലാണ്ടിയിൽ 21-കാരിയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. കൊയിലാണ്ടിയിൽ 21-കാരിയെ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഓയിൽക്കാവ് സ്വദേശി അനിയുടെ മകൾ ശ്രീനന്ദയാണ് മരിച്ചത്. ശ്രീനന്ദയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഗുരുദേവ കോളേജിലെ വിദ്യാർത്ഥിനിയാണ് മരിച്ചത്. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ആറ്റുകാൽ പൊങ്കാല ദിവസം തിരുവനന്തപുരം ജില്ലയിലാകെ ഡ്രൈ ഡേ വേണം. ആറ്റുകാൽ പൊങ്കാല കണക്കിലെടുത്ത തിരുവനന്തപുരം ജില്ലയിൽ ഡ്രൈ ഡേ വേണമെന്ന ആവശ്യവുമായി ബെവ്കോ എംപ്ലോയീസ് സംഘ്. മാർച്ച് 3-ന് നടക്കുന്ന ആറ്റുകാൽ പൊങ്കാല ദിനത്തിലെ തിരക്ക് പരിഗണിച്ച് ജില്ലയിലെ മുഴുവനുള്ള മദ്യശാലകൾക്ക് അവധി നൽകണമെന്നാണ് ആവശ്യം. അവധി ആവശ്യപ്പെട്ട ബെവ്കോ തൊഴിലാളി സംഘടനയായ ബെവ്കോ എംപ്ലോയീസ് സംഘ് ബെവ്കോ MDക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ആറ്റുകാൽ പൊങ്കാല ദിനത്തിൽ തിരുവനന്തപുരം നഗരസഭ പരിധിയിൽ ഡ്രൈ ഡേ ആണ്. ഇത് തിരുവനന്തപുരം ജില്ല മുഴുവനും നൽകണമെന്നാണ് ആവശ്യം.